എല്ലാവർക്കും നമസ്കാരം. സേനാനി സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അക്കാഡമിയുടെ ക്ലാസുകൾ SCERT NCERT അടിസ്ഥാനീകരിച്ച് സിലബസിനുള്ളിൽ ഒതുക്കി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. തീർച്ചയായും പ്രിലിമിനറിക്കും മെയിൻസിനും ഉപകരിക്കുന്നതുമാണ്. നിങ്ങൾക്ക് ഉപകരിച്ചാൽ പ്രോത്സാഹനമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഇന്നത്തെ ടോപ്പിക് ഖിലാഫത്ത് പ്രസ്ഥാനം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കിക്ക് ഉണ്ടായ പരാജയം ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ വേദനയും ആശങ്കയും ഉണ്ടാക്കി. മുസ്ലിങ്ങളിൽ നല്ലൊരു വിഭാഗവും തങ്ങളുടെ ആത്മീയ നേതാവായി അഥവാ ഖിലാഫയായി അംഗീകരിച്ചിരുന്നത് തുർക്കിയിലെ സുൽത്താനെയായിരുന്നു. യുദ്ധത്തിൽ പരാജയപ്പെട്ട ഓട്ടോമൻ തുർക്കികളുടെ സാമ്രാജ്യത്തെ തകർക്കാനാണ് ബ്രിട്ടീഷ് ഉൾപ്പെടെയുള്ള സഖ്യശക്തികൾ ശ്രമിച്ചത്. തുർക്കികളുടെ സാമ്രാജ്യത്തെ ഇല്ലാതാക്കാനും സുൽത്താന്റെ പദവിക്ക് തുരങ്കം വയ്ക്കാനുമുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കങ്ങൾ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വികാരത്തെ ആളിക്കത്തിച്ചു. തുർക്കി സുൽത്താന്റെ പദവിയും സാമ്രാജ്യവും സംരക്ഷിക്കുന്നതിന് അവർ ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകി. ഇതിനെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് വിളിക്കുന്നത്. അലി സഹോദരന്മാർ, മൗലാന ആസാദ്, ഹക്കിം അജ്മൽ ഖാൻ എന്നിവരാണ് ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വമേകിയത്. 1919 ഇവരുടെ നേതൃത്വത്തിൽ ഒരു അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റി രൂപീകരിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരായ പ്രക്ഷോഭം ആരംഭിക്കുകയും ചെയ്തു. ഗാന്ധിജിയും ഈ സമരത്തെ പിന്തുണയ്ക്കുകയാണുണ്ടായത്. ഹിന്ദു മുസ്ലിം ഐക്യം സ്ഥാപിക്കുന്നതിനുള്ള ഒരു അവസരമായിട്ടാണ് അദ്ദേഹം ഖിലാഫത്ത് പ്രശ്നത്തെ കണ്ടത്. ഖിലാഫത്ത് പ്രക്ഷോഭം സഖ്യശക്തികളുടെ തീരുമാനത്തിൽ മാറ്റമുണ്ടാക്കിയില്ല. 1920 ഓഗസ്റ്റ് 19 സേവർ കരാർ അവർ തുർക്കിയുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചു. ഇതനുസരിച്ച് ഓട്ടോമൻ സാമ്രാജ്യം വിഭജിക്കുകയും അതിൽ നിന്ന് ത്രേസിനെ പൂർണ്ണമായും വേർപെടുത്തുകയും ചെയ്തു. ഏഷ്യ മൈനറിലെ സമ്പന്നമായ പ്രദേശങ്ങളും തുർക്കിക്ക് നഷ്ടമായി. സേവർ കരാർ മുസ്ലിങ്ങളെ പ്രകോപിതരാക്കി. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ ഒരു നിസ്സഹകരണ പ്രസ്ഥാനം രൂപീകരിക്കാൻ അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റി തീരുമാനിച്ചു. കോൺഗ്രസിന്റെ നാഗ്പൂർ സമ്മേളനം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണയേകുകയും ഗാന്ധിജിയുടെ നിസ്സഹകരണ പരിപാടിയെ അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഖിലാഫത്ത് പ്രസ്ഥാനം നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ലയിച്ചു ചേർന്നു. എന്നാൽ ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി മുന്നേറിയ ഖിലാഫത്ത് പ്രസ്ഥാനം പരാജയപ്പെടുകയാണുണ്ടായത്. ചൗരി ചൗര സംഭവത്തിന്റെ പേരിൽ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് ഖിലാഫത്തിന് പ്രഹരമേൽപ്പിച്ചു. 1922 തുർക്കിയിൽ നടന്ന ജനാധിപത്യ വിപ്ലവത്തിൽ സുൽത്താൻ സ്ഥാനഭ്രഷ്ടനായതോടുകൂടി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രസക്തി തന്നെ അറ്റുപോയി. അവസാനിച്ചിരിക്കുന്നു. തുടർന്നുള്ള ക്ലാസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സേനാനി സിവിൽ സർവീസ് അക്കാഡമിക്ക് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത് വൈഷ്ണവ്. താങ്ക് യു ഫോർ